ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. രണ്ടിലൊന്ന് അറിയണം. പവാറിന്റെ വീട്ടിൽ ചാക്കോയും തോമസും. മന്ത്രിമാറ്റത്തിൽ നിലപാട് കടുപ്പിച്ച് എൻ.സി.പി. തിരുവനന്തപുരം. 66 മന്ത്രിമാറ്റത്തില് നിലപാട് കടുപ്പിച്ച് എൻ.സി.പി. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി.സി. ചാക്കോയും തോമസ് എം.എൽ.എയും ഇന്ന് വൈകിട്ട് 6-ന് ദേശീയ അധ്യക്ഷന് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിലെ ശരത് പവാറിന്റെ വീട്ടിലാണ് നിർണായക ചർച്ച. വിഷയത്തില് എന്തായാലും ഒരു അന്തിമ തീരുമാനം വേണമല്ലോ എന്നാണ് തോമസിന്റെ പ്രതികരണം. നിരാശയല്ല മറിച്ച് പ്രത്യാശയാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ശരത് പവാറിനെ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനില് സമ്മർദ്ദം ചെലുത്തി മന്ത്രിമാറ്റം നടപ്പാക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിലാണ് കൂടിക്കാഴ്ച. തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കില് എൻ.സി.പിക്ക് മന്ത്രി വേണ്ട എന്ന കടുത്ത നിലപാടിലേക്കു പാർട്ടി പോയേക്കുമെന്നും സൂചനയുണ്ട്. തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ശരത് പവാറിന്റെ കത്ത് നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. എന്നാൽ ഉപതിരഞ്ഞെടുപ്പുകൾ കഴിയും വരെ കാത്തിരിക്കാനായിരുന്നു മറുപടി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിഷയത്തിൽ തീരുമാനമുണ്ടാകാത്തതില് തോമസിന് കടുത്ത അതൃപ്തിയുണ്ട്. അതേസമയം മന്ത്രിസ്ഥാനം രാജിവെക്കാന് ശരത് പവാർ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ നിലപാട്. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാല് പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ടുണ്ട്. 2.5 വർഷത്തിനു ശേഷം ശശീന്ദ്രന് മന്ത്രിസ്ഥാനം ഒഴിയുമെന്ന ധാരണയുണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തോമസ് അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാല് മന്ത്രിമാറ്റ ചർച്ചകള് സജീവമായതിനു പിന്നാലെ കൂറുമാറ്റത്തിന് തോമസ് പണം വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണം ഉയർന്നു. തോമസിനെ മന്ത്രിയാക്കണമെന്ന പാർട്ടി തീരുമാനം അറിയിക്കാനെത്തിയ എൻ.സി.പി. നേതൃസംഘത്തോട് മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. എൽ.ഡി.എഫ് എം.എൽ.എമാരായ ആന്റണി രാജുവിനെയും കോവൂര് കുഞ്ഞുമോനെയും അജിത് പവാര് പക്ഷത്തേക്ക് കൂറുമാറ്റാനായി തോമസ് കോഴ വാഗ്ദാനം ചെയ്തെന്നായിരുന്നു ആരോപണം. എന്നാല് പരാതി അന്വേഷിച്ച എൻ.സി.പി. കമ്മീഷന് തോമസിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പാർട്ടിക്കുള്ളിലെ മന്ത്രിമാറ്റം സജീവമായിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ പലസ്തീൻ ഭാഗമായി നടക്കുന്നു. യുപിയിലെ യുവാക്കൾ ജോലിക്കായി ഇസ്രയേലിലേക്ക് പോകുന്നു. ലക്നൌ കോൺഗ്രസ് എം.പി. പ്രിയങ്ക ഗാന്ധിയുടെ പലസ്തീൻ ഐക്യദാർഢ്യത്തെ പരിഹസിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കോൺഗ്രസ് നേതാക്കൾ പലസ്തീൻ ഭാഗമായി നടക്കുന്നെന്നും യുപിയിൽ നിന്ന് യുവാക്കൾ ഇസ്രയേലിലേക്ക് ജോലിക്കായി പോകുന്നെന്നുമാണ് യോഗിയുടെ പരിഹാസം. ഇസ്രയേലിൽ മികച്ച വേതനവും സുരക്ഷയും ഉറപ്പു ലഭിക്കുമെന്നും യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് നിയമസഭയിൽ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം ദേശീയ കാര്യങ്ങളുടെ മുൻഗണനകളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കോൺഗ്രസ് എം.പി. പലസ്തീൻ ഭാഗമായി കറങ്ങുന്നു. കുറ്റകൃത്യങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്ന നയം കാരണം ഉത്തർപ്രദേശ് നിക്ഷേപകരുടെ കേന്ദ്രമായി ഉയർന്നിരിക്കുകയാണ്. സംസ്ഥാനം ഇപ്പോൾ കലാപരഹിതമാണ്. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു, യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഉത്തർപ്രദേശ് നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിന്റെ 2ാം ദിവസം യോഗി ആദിത്യനാഥ് സർക്കാർ 2024-25 വർഷത്തേക്കുള്ള സപ്ലിമെന്ററി ബജറ്റ് അവതരിപ്പിച്ചു. 790 കോടി രൂപയുടെ അധിക ചെലവിനുള്ള നിർദ്ദേശം സംസ്ഥാന ധനമന്ത്രി സുരേഷ് ഖന്ന അവതരിപ്പിച്ചു. കുടുംബാംഗങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പി. ദിവ്യയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ്. കണ്ണൂർ. സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന കണ്ണൂര് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരാതിയിൽ കേസെടുത്ത് പോലീസ്. സി.ഇ.ടി. പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തില് കണ്ണൂർ വനിത കേസെടുത്തത്. യൂട്യൂബർ ബിനോയ് കുഞ്ഞുമോൻ, തൃശൂർ സ്വദേശി വിമൽ, ന്യൂസ് കഫേ ലൈവ് തുടങ്ങിയവർക്കെതിരെയാണ് കേസ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു ദിവ്യയുടെ പരാതി. കുടുംബാംഗങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി. ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിനു പിന്നാലെയായിരുന്നു നവീൻ ബാബുവിന്റെ ആത്മഹത്യ. നേരെ ഞാൻ റെയിൽവേ ട്രാക്കിലേക്കാണ് പോയത്. എസ്.ഒ.ജി. ക്യാമ്പിലെ പീഡനത്തെക്കുറിച്ച് മുൻ ഉദ്യോഗസ്ഥൻ. അരീക്കോട് എസ്.ഒ.ജി. ക്യാമ്പില് മാനസിക പീഡനങ്ങള് തുടർക്കഥയെന്ന് റിപ്പോർട്ട്. മുൻ എസ്.ഒ.ജി. കമാൻഡോ പി.കെ. മുബഷീറിന്റെ കത്താണ് നിലവിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഹവിൽദാർ വിനീത് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് മുബഷീറിന്റെ കത്തും പ്രചരിക്കുന്നത്. 7 വർഷത്തോളം സർവീസിലുണ്ടായിരുന്ന മുബഷീർ 2 വർഷം മുമ്പാണ് തൊഴില് പീഡനത്തെ തുടർന്ന് എസ്.ഒ.ജി. ക്യാമ്പിൽ നിന്ന് പുറത്തുവന്നത്. 7 വർഷത്തെ പോലീസ് കരിയറും 4 വർഷത്തോളം എസ്.ഒ.ജി. ക്യാമ്പിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം എൻ.എസ്.ടിയിലാണ് സർവീസ് നടത്തുന്നത്. 4ാം വർഷം ടെസ്റ്റ് പാസ്സായിട്ടും എന്നെ മാത്രം മധുര ബറ്റാലിയനിലേക്ക് മടക്കി. ആ സമയത്താണ് ക്യാമ്പ് വിട്ടു പോരുന്നത്. 2022 ഏപ്രിൽ 8-നാണ് ക്യാമ്പ് വിടുന്നത്. വ്യക്തിവൈരാഗ്യം തീർത്തതിനാൽ ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചത്. എസ്.പി. അജിത്തിന്റെ പീഡനമാണ് ഇതിന് കാരണമായത്. ചില കാര്യങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. ഇത് വൈരാഗ്യത്തിലേക്ക് നയിച്ചു. വിദേശത്തു നിന്ന് വന്ന ഭാര്യയെ കാണാന് പോലും അദ്ദേഹം എനിക്ക് അവധി അനുവദിച്ചില്ല. എനിക്ക് മാത്രം അവധി ദിവസത്തില് പോലും അദ്ദേഹം പരീക്ഷ വെച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പ് മറ്റൊരു വനിത ഉദ്യോഗസ്ഥയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥയെ ലൈംഗിക ചുവയോടെ അധിക്ഷേപിച്ചപ്പോൾ അവര് പരാതി നൽകി. പിന്നാലെ അനാവശ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവരെ പുറത്താക്കുകയായിരുന്നു. പീഡനങ്ങൾ ചൂണ്ടിക്കാട്ടി താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇത് സംബന്ധിച്ച് എന്നോട് ഒന്നും സംസാരിക്കാതെയാണ് എന്നെ പുറത്താക്കിയത്, പി.കെ. മുബഷീർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഹവിൽദാരായിരുന്ന വിനീത് ആത്മഹത്യ ചെയ്തിരുന്നു.
ശാരീരിക ക്ഷമത പരീക്ഷയിൽ പരാജയപ്പെട്ടതാണ് വിനീതിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ താന് ക്യാമ്പില് മാനസിക പീഡനങ്ങൾ നേരിട്ടിരുന്നതായി വിനീത് സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗർഭിണിയായ ഭാര്യയെ ശുശ്രൂഷിക്കാൻ അവധി നൽകാത്തതുമെല്ലാം വിനീതിന്റെ മരണത്തിന് കാരണമായെന്നാണ് നിഗമനം. മരിക്കുന്നതിന് മുമ്പ് വിനീത് താന് നേരിടുന്ന പ്രശ്നങ്ങളും മറ്റും സൂചിപ്പിച്ച് ബന്ധുവിന് ഒരു കുറിപ്പ് നൽകിയിരുന്നു. ഈ കുറിപ്പ് തന്റെ 2 സുഹൃത്തുക്കളെയും ട്രെയിനിങ്ങിന്റെ ചുമതലയുള്ള അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും കാണിക്കണമെന്ന് വിനീത് ആവശ്യപ്പെടുന്നുണ്ട്. പൂവാടൻതോട് മിനി ജലവൈദ്യുത പദ്ധതി സന്ദർശിച്ചു. കൂടരഞ്ഞി പഞ്ചായത്തിലെ നിർമ്മാണം നടക്കുന്ന പൂവാടൻതോട് മിനിജല വൈദ്യുത പദ്ധതി പ്രദേശം കൂടരഞ്ഞി സ്വയം സഹായ സംഘം പ്രവർത്തകർ സന്ദർശിച്ചു. കൂടരഞ്ഞി തിരുവമ്പാടി പഞ്ചായത്തുകളിലെ ഉറുമി 1, 2 പദ്ധതികൾ കെഎസ്ഇബിക്ക് വളരെ ലാഭകരമായതിനാലാണ് പൂവാടൻതോട് ഭാഗത്ത് പൊയിലിങ്ങ പുഴയിൽ വീണ്ടും 2 ജലവൈദ്യുത പദ്ധതികൾ കൂടി ആരംഭിക്കുന്നത്. 3.75 മെഗാവാട്ട് വൈദ്യുതി പദ്ധതി ഒന്നിൽ നിന്നും ബോർഡിന് ലഭിക്കുന്നുണ്ട്. മറ്റ് 2 ജലവൈദ്യുത പദ്ധതികളും കൂടി പൂർത്തിയായാൽ കെഎസ്ഇബിക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രദേശമായി കൂടരഞ്ഞി പഞ്ചായത്തിലെ ഉറുമി പൂവാടൻതോട് പ്രദേശങ്ങൾ മാറും. കൂടരഞ്ഞി പഞ്ചായത്തിലെ ഒരു ഹരിത ഗ്രാമമാണ് പൂവാടൻതോട്. നല്ല തണുപ്പും കോടമഞ്ഞുമെല്ലാം ആസ്വദിക്കുവാൻ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നതിനു വേണ്ടി ആധുനിക രീതിയിലുള്ള റിസോർട്ടുകളും ഇവിടുണ്ട്. കെഎസ്ഇബിയുടെ അനുവാദത്തോടെ പദ്ധതി പ്രദേശങ്ങൾ കാണുവാനും ആൾക്കാർക്ക് അവസരമുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനും ഇവിടെ ഇനിയും കുറച്ചധികം കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ ഏറ്റവും വേഗത്തിൽ പരിചരണം കിട്ടുന്നതിനു വേണ്ടി ഒരു ഹെൽത്ത് സബ് സെന്റർ പൂവാടൻതോട് ആസ്ഥാനമായി ആരംഭിക്കണം. മലയോര പ്രദേശമായതിനാൽ 2 ലൈൻമാൻമാർക്ക് പൂവാടൻതോട് ആസ്ഥാനമായി ചെറിയ ഓഫീസോടുകൂടി പ്രവർത്തിക്കാനുള്ള സൗകര്യം വേണ്ടതാണ്. ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ സ്ഥിരമായി വരുന്നതിനാൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് ഇവിടെ നിർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പദ്ധതി പ്രദേശങ്ങൾ എന്ന നിലയിൽ ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് വൈദ്യുതി ചാർജിൽ ചെറിയ ഇളവ് സാധിക്കുമെങ്കിൽ അനുവദിക്കേണ്ടതാണ്. മേൽ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ബഹുവൈദ്യുതി മന്ത്രിക്കും MLA ലിൻഡോ ജോസഫിനും നിവേദനം നൽകുന്നതിനും കൂടരഞ്ഞി സ്വയം സഹായ സംഘം പ്രസിഡന്റ് റോയി ആക്കേൽ, സെക്രട്ടറി ജിനേഷ് തെക്കനാട്ട്, ട്രഷറർ ജോയി എന്നിവരുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചു. മുടിവെട്ടാനായി വീട്ടിൽ നിന്നിറങ്ങി കാണാതായ വിദ്യാർത്ഥി കിണറ്റിൽ മരിച്ച നിലയിൽ. മലപ്പുറം കാണാതായ വിദ്യാർത്ഥിയെ കിണറ്റിൽ നിലയിൽ കണ്ടെത്തി. പൂക്കോട്ടുംപാടം തോട്ടക്കര കാഞ്ഞിരമ്പാറ സഹീദിന്റെ മകൻ ഹാഷിമിന്റെ 17 മൃതദേഹമാണ് പൊട്ടിക്കല്ല് കമുകിൻ തോട്ടത്തിലെ കിണറ്റിൽ കണ്ടെത്തിയത്. പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ മുടിവെട്ടാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഹാഷിം. തിരിച്ചു വരാത്തതിനെ തുടർന്ന് ഇന്നലെ രാത്രി 8 മണിയോടെ കുടുംബം പൂക്കോട്ടുംപാടം പോലീസിൽ പരാതി നൽകി. പരിശോധനയ്ക്കിടെയാണ് ഇന്ന് രാവിലെ പൊട്ടിക്കല്ലിലെ സ്വകാര്യ ഭൂമിയിലെ കിണറിനരികിൽ കുറച്ച് പണം കിടക്കുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് അറിയിപ്പ്. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന വാഹനത്തിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്നു. വിദ്യാഭ്യാസ യോഗ്യത SSLC, പ്രായപരിധി 18 മുതൽ 41 വരെ, LME ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യം. പ്രവൃത്തി പരിചയയോഗ്യത ഉള്ളവർ 2024 ഡിസംബർ 31-നുള്ളിൽ യോഗ്യത സർട്ടിഫിക്കറ്റ് സഹിതം പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. കുറഞ്ഞ വൈദ്യുതി നിരക്ക് വർധന കേരളത്തിൽ. മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പുതുപ്പാടി. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വൈദ്യുതി നിരക്ക് വർധനയാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കഴിഞ്ഞ ആഴ്ച ഇറക്കിയ താരിഫ് പരിഷ്കരണത്തിലുള്ളതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അടിവാരം 110 kV സബ്സ്റ്റേഷൻ നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2024 മുതൽ 25 വരെയിൽ 16 പൈസയും 2026 മുതൽ 27 വരെയിൽ നിരക്ക് വർധനയില്ലാതെയുമാണ് കമ്മീഷൻ തീരുമാനിച്ചത്. 2011 മുതൽ 16 വരെ 49.2% നിരക്ക് വർധന. എന്നാൽ 2016 മുതൽ 2024 വരെയുള്ള 8.5 വർഷം 21.68% മാത്രമാണ് വൈദ്യുതി നിരക്കിൽ വർധനവ് വരുത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി വിതരണ കമ്പനിയായ ബെസ്കോം കർണാടക ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന് നൽകിയ ബഹുവർഷ താരിഫ് അപേക്ഷയിൽ 2025 മുതൽ 26 വരെയിൽ യൂണിറ്റിന് 67 പൈസയും 2026 മുതൽ 27 വരെയിൽ 74 പൈസയും 2027 മുതൽ 28 വരെയിൽ 91 പൈസയും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചത്. മഹാരാഷ്ട്രയിൽ വൈദ്യുതി വിതരണം നടത്തുന്ന അദാനി പവർ ലിമിറ്റഡിന്റെ ഗാർഹിക വൈദ്യുതി നിരക്കുകൾ കേരളത്തിനേക്കാൾ വളരെ കുറവാണെന്ന പ്രചാരണം തെറ്റാണ്. എനർജി ചാർജിന് പുറമെ പ്രതിമാസം 90 രൂപ ഫിക്സഡ് ചാർജും യൂണിറ്റൊന്നിന് ₹2.60 ക്രമത്തിൽ വീലിംഗ് ചാർജും ഇതിനു പുറമെ 16% ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയും 45 മുതൽ 80 പൈസ വരെ ഫ്യൂവൽ സർചാർജും കൊടുക്കേണ്ടിവരും. അദാനി പവറിനേക്കാൾ 50 യൂണിറ്റിന് 231 രൂപയും 100 യൂണിറ്റിന് 333 രൂപയും 200 യൂണിറ്റിന് 596 രൂപയും 250 യൂണിറ്റിന് 696 രൂപയും കുറവാണ് കേരളത്തിലെ നിരക്കെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സ്വകാര്യ കമ്പനികൾക്ക് വൈദ്യുതി വിതരണ മേഖലയിലേക്ക് കടന്നുവരാനുള്ള നയ സമീപനങ്ങളാണ് വിവിധ ഉത്തരവുകളിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്.
ഇതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിരക്കുകൾ എല്ലാ വർഷവും പരിഷ്കരിക്കണം എന്ന നിർദ്ദേശം സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനുകൾക്ക് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ കുന്നമംഗലം 220 kV സബ്സ്റ്റേഷൻ മുതൽ താമരശ്ശേരി 110 kV സബ്സ്റ്റേഷൻ വരെയുള്ള വൈദ്യുതി ലൈൻ പൂർണ്ണമായും 110 kVയിലേക്ക് ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടിവാരം സബ്സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതോടെ താമരശ്ശേരി മുതൽ അടിവാരം വരെയുള്ള പ്രസരണ ശൃംഖലയും 110 kV ആകുമെന്നും മന്ത്രി പറഞ്ഞു. അടിവാരം, ഈങ്ങാപ്പുഴ, കൈതപ്പൊയിൽ, പുതുപ്പാടി, കണ്ണോത്ത്, കോടഞ്ചേരി പ്രദേശങ്ങളിലെ വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായാണ് പുതുപ്പാടി പഞ്ചായത്തിലെ അടിവാരത്ത് 110 kV സബ്സ്റ്റേഷൻ നിർമ്മിച്ചത്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജ്മുന്നീസ ഷരീഫ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക മംഗലത്ത്, പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ വിനോദ്, പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗം ആയിഷക്കുട്ടി സുൽത്താൻ, ട്രാൻസ്മിഷൻ ആൻഡ് സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ S ശിവദാസ്, ചീഫ് എഞ്ചിനീയർ ട്രാൻസ്മിഷൻ നോർത്ത് കെ ശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവമ്പാടിയിൽ ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കി. 3 സ്ഥാപനങ്ങൾക്ക് പിഴയും 4 സ്ഥാപനങ്ങൾക്ക് നോട്ടീസും നൽകി. തിരുവമ്പാടി ജില്ലയിൽ മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത പ്രത്യേക സാഹചര്യത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടിയിലെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കി. 23 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ലൈസൻസ്, ഹെൽത്ത് കാർഡ്, കുടിവെള്ള പരിശോധന റിപ്പോർട്ട് എന്നിവ ഹാജരാക്കാത്തതും ശുചിത്വ മാനദണ്ഡങ്ങളും പുകയില നിയന്ത്രണ നിയമവും പാലിക്കാത്തതുമായ 3 സ്ഥാപനങ്ങൾക്ക് പിഴയും 4 സ്ഥാപനങ്ങൾക്ക് നിയമപരമായ നോട്ടീസും നൽകി. പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ M സുനിൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ UK മനീഷ, മുഹമ്മദ് മുസ്തഫഖാൻ, ശരണ്യ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. പകർച്ചവ്യാധികൾ കൂടി വരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും മറ്റ് നിയമലംഘനങ്ങൾ നടത്തുന്നതുമായ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV പ്രിയയും ഹെൽത്ത് ഇൻസ്പെക്ടർ M സുനീറും അറിയിച്ചു. കോടഞ്ചേരി FHCയിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക. കോടഞ്ചേരി ഫാമിലി ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നായ കോടഞ്ചേരിയുടെ ഏക ആശ്രയമാണ് ഫാമിലി ഹെൽത്ത് സെന്റർ. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും അധികം ആദിവാസി ഊരുകളുള്ള പഞ്ചായത്താണ് കോടഞ്ചേരി. ആദിവാസി ഊരുകളിലുള്ളവർക്ക് കിടത്തി ചികിത്സയുള്ള ആശുപത്രിയിൽ എത്തണമെങ്കിൽ 25 കിലോമീറ്റർ അകലെ താലൂക്ക് ആശുപത്രിയിൽ എത്തണം. ഇതിന് പരിഹാരമായി കോടഞ്ചേരി ഫാമിലി ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കണമെന്ന് ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU കോടഞ്ചേരി സെക്ഷൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സെക്ഷൻ പ്രസിഡന്റ് ജോർജ് കുട്ടി വിളക്കുന്നേൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സെക്രട്ടറി ഷാജി സ്വാഗതം പറഞ്ഞു. യൂണിയൻ ഏരിയ സെക്രട്ടറി K ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. M സുഭാഷ്, സുരേഷ്, PG സാബു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ജോർജ് കുട്ടി വിളക്കുന്നേൽ, വൈസ് പ്രസിഡന്റ്മാർ ഗോപി KS, സുനിൽ, സെക്രട്ടറി സന്തോഷ് KET, ജോയിന്റ് സെക്രട്ടറിമാർ ലത്തീഫ്, റോക്കച്ചൻ, ട്രഷറർ വിവേക് എന്നിവരെ തിരഞ്ഞെടുത്തു. KSEB സെക്ഷൻ ഓഫീസിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കോടഞ്ചേരി പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം KSEBയിലെ ധൂർത്തും കൊള്ളയും അഴിമതിയും കെടുകാര്യസ്ഥതയും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഒരു മാനദണ്ഡവുമില്ലാതെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് വിലക്കയറ്റവും മൂലം പൊറുതിമുട്ടുന്ന സാധാരണക്കാർക്ക് ഇരിപ്പിട നൽകിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കോടഞ്ചേരി KSEB സെക്ഷൻ ഓഫീസിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ മാർച്ച് ധരണയും KPCC നിർവാഹക സമിതി അംഗം PC ഹബീബ് തമ്പി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കുറുവാ സംഘമായി വൈദ്യുതി വകുപ്പ് മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോബി ഇലന്തൂർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ CJ ആന്റണി, ആയിഷക്കുട്ടി സുൽത്താൻ, മണ്ഡലം പ്രസിഡന്റുമാരായ വിൻസെന്റ് വടക്കേമുറിയിൽ, രാജേഷ് ജോസ്, മനോജ് സെബാസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, ബോസ് ജേക്കബ്, മില്ലി മോഹൻ, സണ്ണി കാപ്പാട്ടുമല, റോയി കുന്നപ്പള്ളി, ജോസഫ് ഐഗ, ടോമി പൊന്നക്കൽ, ഓമനക്കുട്ടൻ, ബിജു താന്നിക്കകുഴി, ആന്റണി നിർവേലി, റോബർട്ട് നെല്ലിക്കുതിരുവിൽ, വിൽസൺ തറപ്പേൽ, സജി നിരവത്ത്, ജിജി ഇലുവാലങ്കിൽ, ഹനീഫ അച്ചിന്തറമ്പിൽ, ദേവസ്യ ചെള്ളാമടം, വിജയരാമനിൽ, ബേബി കളപ്പുര, സണ്ണി പുലികുന്നേൽ, അന്നക്കുട്ടി ദേവസ്യ, ബേബി കോട്ടപ്പള്ളി, തമ്പി കണ്ടത്തിൽ, ലിസി ചാക്കോ, ഷിബു ചെമ്പനാനി, സാബു അവണ്ണൂർ, വാസുദേവൻ ഞാറ്റുകാലായിൽ എന്നിവർ പ്രസംഗിച്ചു. തിരുവമ്പാടി റിട്ടയേർഡ് അധ്യാപകൻ AS ഡൊമിനിക് അഴകത്ത് 86 അന്തരിച്ചു. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് UP സ്കൂൾ പ്രധാന അധ്യാപകനായിരുന്നു. ഭാര്യ സിസിലി വയനാട് നടവേൽ മുന്നാട്ട് കുടുംബാംഗം. മക്കൾ ബിനു ഡൊമിനിക്, US ബിബിൻ ഡൊമിനിക്, US ബിസ്മി ഡൊമിനിക്, ബാംഗ്ലൂർ. മരുമക്കൾ സുനിൽ അമ്പലവയൽ, US ജൂലി മണക്കടവ്, US അനൂപ് നടവയൽ, ബാംഗ്ലൂർ. സംസ്കാരം തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഫൊറോന പള്ളിയിൽ പിന്നീട്
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.